ഇന്നത്തെ ഗോസ്പല് യൂദാസ് യേശുവിനെ ഒറ്റിക്കൊടുക്കാനുള്ള കരാർ ഉറപ്പിച്ചതാണ്. 30 വെള്ളി നാണയത്തിന് വേണ്ടി അവൻ ക്രിസ്തുവിൻ്റെ ജീവനെ ഒറ്റിക്കൊടുക്കാൻ ഒരുങ്ങുന്നു. യേശുവിനും അത് വളരെ നന്നായിട്ടറിയാം. ഈ പെസഹ തിരുനാൾ അവനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രധാനപ്പെട്ടതാണ്. ദിവ്യകാരുണ്യം സ്ഥാപിക്കണം, പൗരോഹിത്യം സ്ഥാപിക്കണം, പാദം കഴുകലിൻ്റെ മഹത്തായ ശുശ്രൂഷ ഈ ഭൂമിയെ പഠിപ്പിക്കണം. അങ്ങനെ ഒത്തിരിയേറെ ഉത്തരവാദിത്തങ്ങളും നിറവേറ്റേണ്ട ഒരു രാത്രി. അവൻ അത്യധികം പെസഹ ആചരിക്കാൻ ആഗ്രഹിച്ചു എന്നാണ് നമ്മൾ വചനത്തിൽ വായിക്കുന്നത്. അപ്പോഴാണ് ഇന്നത്തെ ഗോസ്പലിൽ ശിഷ്യന്മാർ ചോദിക്കുന്നത്, എവിടെ നിനക്ക് പെസഹ ഒരുക്കണമെന്നാണ് നീ ആഗ്രഹിക്കുന്നത്? ഉടനെ യേശു പറയുന്ന ഒരു കാര്യമുണ്ട്, നിങ്ങൾ പട്ടണത്തിലേക്ക് ചെല്ല്, അവിടെ ഇന്നയാളുടെ അടുത്ത് ചെന്ന് പറയുക, ഗുരു പറയുന്നു, എൻ്റെ സമയം സമാഗതമായി, ഞാൻ എൻ്റെ ശിഷ്യന്മാരോട് കൂടെ നിൻ്റെ വീട്ടിൽ പെസഹ ആചരിക്കും. ഒരു പെസഹ ആചരിക്കേണ്ട ഒരിടം അതൊരു വീടാണെങ്കിൽ യേശുവിന് വളരെ കൃത്യമായി പറഞ്ഞു കൊടുത്താൽ മതി. പട്ടണത്തിൽ ചെന്നിട്ട് ഇന്ന തെരുവിൽ ഇത്രാമത്തെ വീട്ടിൽ ഇവിടെ നിങ്ങൾ എനിക്ക് പെസഹ ഒരുക്കണം. വളരെ കാര്യങ്ങൾ സിമ്പിളാണ്. ഈ സമയത്ത് 12 പേരുടെ കൂട്ടത്തിൽ യൂദാസ് നിൽപ്പുണ്ട്. ഏത് സ്ഥലത്തിലാണ് പെസഹ ആചരിക്കുന്നത് അറിഞ്ഞു കഴിഞ്ഞാൽ യൂദാസ് കൃത്യമായി ആ രാത്രി അവിടെ ഒറ്റിക്കൊടുക്കും. യേശുവിനെ നന്നായിട്ടറിയാം. ഈ മാളികമുറി അവൻ കൃത്യമായിട്ട് ശത്രുക്കൾ കാണിച്ചു കൊടുക്കും. അവർ വന്ന് അവിടെ പിടികൂടും. അങ്ങനെയാണെങ്കിൽ ആ പെസഹ ആചരണം അവിടെ നടക്കില്ല. സഭ എല്ലാ കാലത്തും ഓർത്തിരിക്കേണ്ട വലിയ പാഠങ്ങൾ ക്രിസ്തുവിന് പഠിപ്പിക്കാൻ കഴിയാതെ പോകും. അതുകൊണ്ട് യേശു വളരെ ബോധപൂർവം യൂദാസിന് മുമ്പിൽ വെച്ച് ആ സ്ഥലം പറഞ്ഞില്ല. യേശു എന്തുമാത്രം പ്ലാൻഡായിട്ടാണ് ആ മരണത്തിലേക്ക് ഒരു രാജകീയ പ്രവേശനം നടത്തുന്നത്. നമ്മളൊക്കെ നമ്മളുടെ അവസാന നാളുകൾക്ക് വേണ്ടി എന്തുമാത്രം ഒരുങ്ങുന്നുണ്ട്. വിശുദ്ധിയോടെ, നൈർമല്യതയോടെ,